ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നൊരു ടിക് ടാക്ക് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ വൈൻ പോലൊക്കെ മിക്സ്ഡ് ആക്കിയുള്ള ഒരു ടിക് ടാക്ക് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ഒരെണ്ണം മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തേതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു സംഭവം എങ്ങനെ നമുക്ക് റിബൺ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു അടിപൊളി ഫ്ലവർ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ഓർഗൻസയുടെ റിബണാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധാരണ റിബൺസോ എടുക്കും. അപ്പോൾ ഇത്തിരി വീതിയുള്ള റിബൺ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഞാൻ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിതുപോലെ സൂചിയുടെ ആ ഒരു അറ്റം വെച്ചിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിതുപോലെ കോർത്ത് ഇങ്ങനെ അതിൻ്റെ അറ്റം വരെ ഇങ്ങനെ കോർത്തെടുത്തിട്ട് ജസ്റ്റ് രണ്ടും കൂടെ ഒന്ന് കെട്ടിയിട്ടൊന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ കോർത്തിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഓർഗൻസയുടെ റിബണൊക്കെ ആണെങ്കിൽ നല്ല കുറച്ച് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ്. സാധാരണ സാറ്റിൻ റിബൺസിനൊക്കെ ആണെങ്കിൽ അത്രയും റേറ്റ് ഒന്നും വരത്തില്ല. അപ്പോൾ അതാണ്ട് ഇങ്ങനെ നമ്മൾ അത് നിവർത്തി വെക്കുമ്പോഴത്തേക്ക് ഒരു ഫ്ലവർ പോലെ നമുക്കിങ്ങനെ കിട്ടും. അപ്പം ഞാൻ കുറച്ചൊക്കെ അടിയിൽ ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാം കൂടെ പിടിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇളകിയൊന്നും പോരത്തില്ല, എന്നിരുന്നാൽ കൂടി നമ്മൾ ഒന്നുകൂടെ സെക്യൂർ ആക്കി ഒന്ന് വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒത്ത നടുക്കായിട്ടാണെങ്കിൽ നമ്മളൊരു ബീഡ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വൈറ്റ് ബീഡോ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലെ ബീഡോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഓർഗൻസ കളറിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് അതിന് ചേരുന്ന എന്തെങ്കിലും ബീഡ് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇതുപോലെ കോർത്തിങ്ങനെ കൊടുത്താൽ മതി. അപ്പം നമുക്ക് അത് അവസാനം നമുക്കൊരു ഫ്ലവറായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്ലവർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഹെയർ വൈൻ പോലത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് കമ്പി കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മുത്തുകൾ വെച്ച് ഇങ്ങനെ പിരിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 സ്ട്രാൻഡാണ് 3 ബ്രാഞ്ചാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിപ്പം ഈ ഒരു ഫ്ലവറിലല്ലാതെ തന്നെ വേറെ ഫ്ലവേഴ്സും ബോസും ഒക്കെ ഉണ്ടാക്കി നമുക്കിതുപോലെ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോന്നും ചെയ്തിട്ട് അതിൽ നിന്ന് വെറൈറ്റി ആയിട്ട് നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സെയിലൊക്കെ നടക്കാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒരു സെറ്റ് മാത്രമേ ഇപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ അങ്ങനെ 2 എണ്ണം ഞാൻ ഹെയർ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫെൽറ്റ് ഷീറ്റിലാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് പശയൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 2 ഹെയർ വൈനും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഒട്ടി അങ്ങ് ഇരുന്നോളും. നല്ല രീതിയിൽ പശ നമ്മൾ തൂത്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് ഒട്ടി ഇരുന്നോളും. അതിന് മണ്ടയ്ക്കായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പശയാണെങ്കിൽ ആ ഫ്ലവറിൻ്റെ മണ്ടയ്ക്കും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് പ്രസ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ അത് ഒട്ടി കിട്ടിക്കോളും. ഇനി അഥവാ ഇളകി പോവുകയാണെങ്കിൽ പശ ഇങ്ങനെ അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഒരെണ്ണം പിള്ളേരുടെ തലയിൽ വെക്കുമ്പോഴത്തേക്കും അത് നിറഞ്ഞു നിന്നോളും. ഭയങ്കര എളുപ്പമാണ് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ടിക് ടാക്കോ അല്ലെങ്കിൽ അലിഗേറ്റർ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ക്ലിപ്പുകൾ വല്ലതും എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ടും ഞാൻ അപ്പം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിലായിട്ട് ഞാൻ ആ ഒരു ഫെൽറ്റ് ഷീറ്റ് സെയിം സൈസിൽ വെട്ടിയെടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഒട്ടി അങ്ങ് ഇരുന്നോളും. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു ടിക് ടാക്ക് ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ പല വെറൈറ്റീസ് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഓരോന്നൊക്കെ ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മുടെ ഫ്ലവേഴ്സ് ഓർഗൻസ റിബൺ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഇവിടെ സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു ടിക് ടാക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്